വന്ദേ ഭാരത് ട്രെയിനുകൾ ഭാരതത്തിന്റെ മുഖമാകുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു പേരുണ്ട്, സുധാൻശു മണി. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ റെയിൽ സാങ്കേതിക വിദ്യ ഏറെ ഉയരത്തിലെത്തിക്കഴിഞ്ഞു എന്ന ഒരു ലളിത പരീക്ഷണത്തിലൂടെ ഇന്ത്യക്കാർക്ക് കാണിച്ചു നൽകിയിരിക്കുകയാണ്. വന്ദേ ഭാരത് 180 കിലോമീറ്റർ വേഗതയിലാണ് ഓടുക. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആ സ്പീഡിൽ പോകുമ്പോൾ 3 ഗ്ലാസുകളിൽ നിറച്ചുവെച്ച വെള്ളം ഒരു തുള്ളി പോലും തുളുമ്പിയില്ല. 2 ഷോക്ക് അബ്സോർബറാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നത് തന്നെ ഇതിന് കാരണമാകുന്ന ഒരു പ്രധാന സംഗതിയാണ്. ഒരു നിലയ്ക്കും കുലുക്കം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. ഇതിന്റെ വീഡിയോ എക്സ് എന്ന സമൂഹ മാധ്യമത്തിൽ അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഓട്ടത്തിലെ സുസ്ഥിരതയെക്കുറിച്ചാണ് ഈ വീഡിയോ വിരൽ ചൂണ്ടുന്നത്. ആധുനിക എഞ്ചിനീയറിംഗും മികച്ച സുരക്ഷയുമാണ് വന്ദേ ഭാരതിന്റെ പ്രത്യേകതകൾ. ഒരു രാത്രി യാത്രയ്ക്ക് ഉതകുന്ന വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ പരീക്ഷണ ഓട്ടത്തിന് നിർമ്മിച്ച AC കോച്ചുകളിലാണ് വെള്ളം നിറച്ച ഗ്ലാസ് വെച്ച് പരീക്ഷണം നടത്തിയത്. ഭാവിയിൽ 200ഓളം വന്ദേ ഭാരത് സ്ലീപ്പറുകൾ ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ ഓടിത്തുടങ്ങും. വന്ദേ ഭാരത് എന്ന പേരിൽ മാറുന്ന ഇന്ത്യയുടെ മുഖമായി മാറുകയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി തന്നെയാണ് ഇതിന് കരുത്തായി പിന്നിലുണ്ടായിരുന്നത്. ഒപ്പം മറ്റൊരാളുടെ അനുഭവ സമ്പത്തും. ആ ഒരാൾ സുധാൻശു മണി എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. 38 വർഷത്തെ അനുഭവ സമ്പത്തുള്ള സുധാൻശു മണി ചെന്നൈ ആസ്ഥാനമായ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജറായിരുന്നു. വന്ദേ ഭാരത് എന്ന ഇന്ത്യയുടെ സ്വന്തം സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ ബുദ്ധി കേന്ദ്രം തന്നെ സുധാൻശു മണി എന്ന എഞ്ചിനീയറാണ്. ഏകദേശം 18 മാസത്തിനുള്ളിൽ ട്രെയിൻ എത്തിക്കുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കാണ് വഹിച്ചത്. ചെന്നൈയിലെ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ ജനറൽ മാനേജറായിരിക്കെ സുധാൻശു കണ്ട സ്വപ്നമായിരുന്നു ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ. 180 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഒരു സ്വയം നിയന്ത്രിത ട്രെയിനാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. ഇറക്കുമതി ചെയ്യുന്ന സെമി ഹൈസ്പീഡ് ട്രെയിനുകളുടെ പകുതി വിലയാണ് ഇതിന് വരിക. വന്ദേ ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുധാൻശു നടത്തിയ പ്രയത്നം ഒരു സിനിമാ കഥ പോലെ നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്. 2016 ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ ഇറക്കുമതി ചെയ്യാൻ റെയിൽവേ പദ്ധതിയിടുന്നു. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജറായി സുധാൻശു ചുമതലയേറ്റു. ഇറക്കുമതി ചെയ്ത ട്രെയിനുകളുടെ വേഗത്തിലും ഗുണമേന്മയിലും മത്സരിക്കാൻ കഴിയുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ വികസിപ്പിക്കുക എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശം റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ആദ്യം സംശയം തോന്നി എങ്കിലും സുധാൻശുവിന്റെ പിടിവാശി തന്നെ ഈ പദ്ധതി അംഗീകരിക്കപ്പെടാൻ കാരണമായി. ട്രെയിൻ 18 സെമി ഹൈസ്പീഡ് ബോഗികളുടെ ഫ്രെയിം തയ്യാറാക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. ഫ്രെയിം നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കമ്പനി സുധാൻശു കാൺപൂരിൽ കണ്ടെത്തുന്നു. ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിക്ക് അത് കൈമാറുന്നു. 50 റെയിൽവേ എഞ്ചിനീയർമാരും 500 ഫാക്ടറി തൊഴിലാളികളും അടങ്ങുന്ന ഒരു സംഘം വെറും 18 മാസം കൊണ്ട് വന്ദേ ഭാരതിന്റെ പ്രോട്ടോടൈപ്പ് റാക്ക് രൂപകൽപ്പന ചെയ്യാനും തയ്യാറാക്കാനും തുടർച്ചയായി പ്രവർത്തിച്ചു. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ രൂപകൽപ്പനയിൽ ബോഗികൾക്കടിയിൽ എഞ്ചിൻ ഘടിപ്പിക്കാനുള്ള ഇടം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസൈൻ തയ്യാറാക്കുമ്പോൾ ടീം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു ഇത്. ആദ്യം ട്രെയിൻ 18 എന്ന് പേരിട്ടിരുന്നു എങ്കിലും പിന്നീട് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പുനർനാമകരണം ചെയ്തു. ഗാന്ധിനഗർ മുംബൈ ട്രയൽ സമയത്ത് വന്ദേ ഭാരത് എക്സ്പ്രസ് വെറും 52 സെക്കൻഡിൽ ബുള്ളറ്റ് ട്രെയിനിനെ പോലും തോൽപ്പിച്ചു. എഞ്ചിൻ ഇല്ലാതെ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കുക എന്ന സുധാൻശു മണിയുടെ സ്വപ്നമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിയതോടെ സഫലമായത്. ഇന്ത്യയിലെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന സുധാൻശു മണി ഇന്ത്യയുടെ റെയിൽവേ വികസനത്തിന് നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും. ന്യൂസ് ഡെസ്ക് കർബസ്.